ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ കൂടി കർത്താവ് എന്താണ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. എല്ലാ കാര്യങ്ങളും പരിഭവമില്ലാതെ, പിറുപിറുപ്പില്ലാതെ, വാഗ്വാദമില്ലാതെ ചെയ്യുന്ന ഒരു ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ജീവിതം എത്ര സുന്ദരമായിരിക്കും, എത്ര സമാധാനപൂർണമായിരിക്കും. അങ്ങനെയൊരു വീട്ടിൽ താമസിക്കുന്നവർ, അതായത് ഒരുമിച്ച് താമസിക്കുമ്പോൾ 24 മണിക്കൂറും 7 ദിവസവും എല്ലാ മാസവും എപ്പോഴും എല്ലാ കാര്യങ്ങളും പരിഭവമില്ലാതെ, വാഗ്വാദമില്ലാതെ, പിറുപിറുപ്പില്ലാതെ ചെയ്യുന്ന ഒരു ഉയർന്ന ആത്മീക അനുഭവം. അങ്ങനെ ചെയ്യുന്നവരെ കാണുവാൻ വേണ്ടി പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. ദൈവം നോക്കുമ്പോൾ ഈ വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ, ഇരുട്ട് നിറഞ്ഞ അന്ധകാരം മൂടിക്കിടക്കുന്ന, അസമാധാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ നടുവിൽ ദൈവം നോക്കുമ്പോൾ കാണേണ്ടത് ജീവൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെപ്പോലെ പ്രകാശിക്കുന്ന, അതായത് എല്ലാ കാര്യങ്ങളും പരിഭവമില്ലാതെ, വാഗ്വാദമില്ലാതെ, പിറുപിറുപ്പില്ലാതെ ചെയ്യുന്ന മനുഷ്യരെ കണ്ടുകൊണ്ട് സന്തോഷിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹമായിട്ടെങ്കിലും മാറണ്ടേ? ഈ അനുഭവത്തിൽ കഴിയുന്ന എത്ര പേരുണ്ട്? ഒരു വീട്ടിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, നാം എവിടെയാണെങ്കിലും ദൈവം നമ്മെ എവിടെ ആക്കി വെച്ചാലും സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരു ജീവിതം. എന്നാൽ ഇന്നത്തെ ആത്മീയ സമൂഹത്തിൽ ദൈവം കാണുന്ന 2 ഗുരുതരമായ പാപങ്ങളാണ് വാസ്തവത്തിൽ പിറുപിറുപ്പും പരിഭവവും തർക്കവും വാദവും എല്ലാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. നടത്തിപ്പുകാർക്കെതിരായിട്ട് പിറുപിറുക്കുന്നവരുണ്ട്. മോശയും അഹരോനും എന്തു തെറ്റ് ചെയ്തു? അവരാണല്ലോ ദൈവം അയച്ചിട്ട് മിസ്രയീമിൽ ചെന്ന് എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയയ്ക്ക എന്ന് ഫറവോനോട് പറഞ്ഞ് അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യർ, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ചവർ. മോശയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണിക്കൊണ്ട് ഇറങ്ങി വന്നവൻ, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ ജീവിതം ഒഴിഞ്ഞു വെച്ചവൻ, ഫറവോൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള എല്ലാ അവസരങ്ങളും വേണ്ട എന്ന് വെച്ചവൻ. അങ്ങനെയുള്ള നടത്തിപ്പുകാർക്കെതിരെ ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും പിറുപിറുത്തു. മരുഭൂമിയിൽ അവർ യാത്ര ചെയ്യുമ്പോഴും പിറുപിറുപ്പ് അവരുടെ കൂടെ ഉണ്ട്. സംഖ്യാപുസ്തകം 11-1 നമ്മൾ കാണുന്നു, ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ടു, ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവകോപത്തെ ജ്വലിപ്പിക്കുന്നതാണ് പരിഭവങ്ങൾ, പിറുപിറുപ്പുകൾ, തർക്കങ്ങൾ, വാദങ്ങൾ. നമ്മുടെ കുടുംബത്തിൽ, സഭയിൽ ഇതില്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് നാം പിറുപിറുക്കുന്നവരാണോ, പരിഭവമുള്ളവരാണോ, തർക്കവും വാദവും ഉള്ളവരാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നാം എന്തു പറയും? ദൈവം ഈ വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ അങ്ങിങ്ങായി ജ്യോതിഷികളെപ്പോലെ പ്രകാശിക്കുന്ന ചിലരെ കാണുന്നു. അവരാരാണ്? അവർ എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുന്നവരാണ്, സംതൃപ്തരാണ്, ക്രിസ്തുവിൽ വസിക്കുന്നവരാണ്.
മുന്തിരിവള്ളിയിൽ വസിച്ച് കൊമ്പ് ഫലം കായ്ക്കുന്നത് പോലെ സമാധാനപൂർണരായി ജീവിക്കുന്നവരാണ്. ജഡത്തെ ക്രൂശിച്ചവരാണ്, മോഹങ്ങൾക്ക് മരിച്ചവരാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പും വെറുപ്പുമായിട്ട് തോന്നുന്ന ഈ ലോകത്തിലെ എല്ലാ ഉന്നതമായ കാര്യങ്ങളും ചപ്പെന്നും ചവറെന്നും എണ്ണുന്നവരാണ്. ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവരാണ്. ദാനങ്ങളെക്കാൾ ദാതാവിനെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. പ്രിയരെ, നമ്മെ ഇന്ന് പകൽ ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? കർത്താവേ, എനിക്ക് പിറുപിറുപ്പില്ലാതെ, പരിഭവമില്ലാതെ, വാഗ്വാദങ്ങളില്ലാതെ എൻ്റെ വീട്ടിൽ പെരുമാറുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? തീർച്ചയായും അങ്ങനെയുള്ളവരെ കർത്താവ് സഹായിക്കും. സ്വർഗീയ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. എവിടെ നോക്കിയാലും പരിഭവവും വാഗ്വാദവും പിറുപിറുപ്പും കാണുമ്പോൾ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായിട്ട് തീരുവാൻ, കുറ്റമറ്റവരും നിഷ്കളങ്കരുമായ ദൈവമക്കളെന്ന് ദൈവം ഞങ്ങളെക്കുറിച്ച് പറയുവാൻ സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.